ബിഗ് ബോസ് മലയാളം സീസൺ 7 വരണം അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുകളാണ് പറയാൻ പോകുന്നത്. ഒത്തിരി നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ടൊന്നും അല്ല പറയുന്നത്. സീസൺ 7 വന്നാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്ന പേരുകൾ പറയുന്നു എന്ന് മാത്രം. ഈ പേരുകളൊക്കെ കൺഫേംഡ് ആണ് അല്ലെങ്കിൽ ഉറപ്പായും വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം റിലേറ്റഡ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളുടെ പേരാണ്. ബിഗ് ബോസ് റിവ്യൂയിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, അൻസിഫ് മൂൺലെറ്റ് മീഡിയയിലെ അൻസിഫ് റഹൂഫ്. പുള്ളി പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. എൻഡമോൾ ഷൈനിലെ നല്ല പിടിപാടൊക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പല ഇൻസൈഡർ വിവരങ്ങളും പുള്ളി പറയുന്നത് ശരിയായി വരാറുള്ളത്. പുള്ളിയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായും ബിഗ് ബോസിൽ നിന്ന് ഒരു കോള് പോയിട്ടുണ്ടാവും. തീർച്ചയായും വിളിച്ചിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. പിന്നെ പുള്ളിയെ ബിഗ് ബോസ് കാണാൻ പേഴ്സണലി നല്ല ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും എടുത്തു പറയാനില്ല. റിവ്യൂവേഴ്സിനെ ആരെയും ഒരു സീസണിലും കണ്ടിട്ടില്ല എന്നൊരു കാര്യമേ ഉള്ളൂ. ആ രീതിയിൽ ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി ചേച്ചിയും പിന്നെ മൂപ്പൻ സ്ലോഗിനെയും ഒക്കെ ഞാൻ പറയും, സമ്മർ മീഡിയ അഖിലേട്ടൻ, ഇവരെയൊക്കെ ബിഗ് ബോസിൽ കാണാൻ എനിക്ക് പേഴ്സണലി നല്ല താല്പര്യമുണ്ട് ഈ വരുന്ന സീസണിൽ. പുറത്തിരുന്ന് റിവ്യൂ ചെയ്യുന്ന അത്ര എളുപ്പമാണോ അതിനകത്ത് എന്നൊന്നും അറിയണമല്ലോ. അതുകൊണ്ടാണ് ഈ റിവ്യൂസിന്റെ ഒക്കെ പേരുകൾ പറയുന്നത്. ഇവരെ കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണണം എന്ന് ആഗ്രഹിക്കുന്ന യൂട്യൂബേഴ്സിൽ ഒന്നാമത്തെ പേര് തൊപ്പിയെ പരിചയമില്ലാത്തവരായിട്ട് ആരും കാണില്ല. വിയേർഡ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് പുള്ളിക്ക്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോം പുള്ളി എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് കാണാൻ നല്ല ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തൊപ്പി. അടുത്തായിട്ട് പറയാൻ പോകുന്ന രണ്ട് പേരുകൾ കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫുഡ് വ്ലോഗേഴ്സ് ആണ്. ഒന്ന് മുകേഷ് നായർ, മല്ലു ജെ ഡി മുകേഷ് നായർ. രണ്ട് മൃണാൾ സ്ലോഗ്. പിന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഫുഡ് വ്ലോഗേഴ്സിന്റെ പേരുകളും കൂടി പറയാം. കേരള ഫുഡി, പിന്നെ ഫുഡ് ആൻഡ് ട്രാവൽ എബിൻ ജോസിനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് സീസൺ 7. ട്രിവിയൻ ഫുഡി കാർത്തിക്, അൽ ഫുഡി സൂരജ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ സീസണിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കടൽ മച്ചാൻ വിഷ്ണു, അതേപോലെ സുഹാന ബഷീർ ഒക്കെ സീസൺ 7 വരാൻ ഏറെ സാധ്യതയുള്ള വ്യക്തികളാണ്. അതേപോലെ ഇന്റർവ്യൂവർ വിജെ കാറ്റഗറിയിൽ നിന്നും രോഹൻ ലോണ, അതേപോലെ അജിൻ വർഗീസ്, ജീവ ജോസഫ്, പാർവതി ബാബു, വീണ മുകുന്ദൻ, ഇവരെയൊക്കെ അടുത്ത സീസണിൽ, അതായത് സീസൺ 7 കാണാൻ ആഗ്രഹമുണ്ട്. ഇവരൊക്കെ ആരെങ്കിലും ഒരാൾ വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. TV മൂവി ആക്ടേഴ്സ് കാറ്റഗറിയിൽ നിന്ന് നൂബിൻ ജോണി, നമ്മുടെ കുടുംബവിളക്ക് സീരിയലിലെ നൂബിൻ ജോണി, അതേപോലെ മൂവി ആക്ടർ ആയിട്ടുള്ള വിനു മോഹൻ, രാജീവ് പരമേശ്വർ, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാട്, മനോജ് കുമാർ, ഗായത്രി അരുൺ, ബിനീഷ് ബാസ്റ്റിൻ, അതേപോലെ സ്വാസ്തിക ആക്ട്രസ് ആയിട്ടുള്ള സ്വാസ്തിക, പിന്നെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജിഷിൻ മോഹൻ, പിന്നെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്ന അരുൺ നായർ. ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ സാധ്യതയുള്ളവരാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിലവിൽ പറഞ്ഞു കേൾക്കുന്ന സുപരിചിതരായ ആളുകളുടെ പേരുകളും ഇതൊക്കെ തന്നെയാണ്. ഈ ലിസ്റ്റിൽ തന്നെയുള്ള കുറെ പേർക്ക് കോള് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓൺലൈൻ വഴി ഓഡീഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഫുൾ സ്വിംഗിൽ നടക്കുന്നുണ്ട്. പിന്നെ കോമണേഴ്സിനായിട്ടുള്ള അപ്ഡേറ്റും അധികം വൈകാതെ തന്നെ ഏഷ്യനെറ്റിന്റെ ഭാഗത്തു നിന്നും വരും എന്നാണ് അറിയുന്നത്. ജാനുവരിയോട് കൂടി തന്നെ അത് വരും. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും.